കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. മർദ്ദകരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ലജ്ജിതരാക്കരുതേ. 34 സങ്കീർത്തനത്തിൽ 9 വാക്യത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ലജ്ജിക്കാൻ ഇടപെടാത്ത വിധത്തിൽ കരുണ കാണിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നെ സമർപ്പിക്കുവാനായിട്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുണ കാണിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ മോചിപ്പിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജെറമ്യാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കും, ദുഷ്ടരുടെ കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവൻ അവിടെ നിന്ന് രക്ഷിച്ചു. ജെറമ്യ പറയുന്നുണ്ട്, സർവത്ര ഭീതി, അവനെതിരെ ആരോപണം നടത്തുന്നു, കുറ്റാരോപണം നടത്തുന്നു, അവനെതിരെ പ്രതികാരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയെക്കുറിച്ച്. എന്നാൽ ജെറമ്യ പറയുന്നുണ്ട്, പീഡകർക്ക് കാലിടറും, അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. നിത്യമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീതിമാനായ എന്നെ പരിശോധിക്കുക, എൻ്റെ ഹൃദയം മനസ്സും കാണുകയും ചെയ്യുന്നു. ആ കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അവനിലാണ് നാം ആശ്രയിക്കേണ്ടത്. ദരിദ്രരുടെ ജീവനെ സംരക്ഷിക്കുന്നവൻ, ദുഷ്ടരുടെ കയ്യിൽപ്പെടാതെ കാത്ത് സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. അവിടുന്ന് എന്നെ കഷ്ടതയിൽ നിന്ന് മോചിപ്പിച്ചു, എൻ്റെ നിലവിളി അവിടുന്ന് ഏറ്റെടുത്തു. ആ നിലവിളി ഏറ്റെടുത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് നമ്മെ സമർപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപാവരം നമുക്ക് ലഭിക്കുകയെന്ന് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ടാകും. ഈ ബോധ്യമായിരിക്കണം നമ്മെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. കർത്താവിനെ ബന്ധിച്ചുകൊണ്ട് ദുഷ്ടന്മാർ പീഡനങ്ങൾ ഏൽപ്പിക്കുവാൻ ആഗ്രഹിച്ചപ്പോഴും അവൻ്റെ സമയമാകാത്തതുകൊണ്ട് അവൻ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. സമയമാകുന്നതിനും വരെ അവനെക്കുറിച്ച് ദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ ബന്ധിക്കാൻ മാർഗങ്ങൾ നോക്കിയൊരു ജനത. എന്നാൽ ദൈവം അവനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അവൻ പിതാവിൻ്റെ തിരഹിതം നിറവേറ്റുവാൻ തയ്യാറായി. ഈശോയെ, ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ഞങ്ങളുടെ ജീവിതത്തെ അപകടപ്പെടുത്തുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ ശത്രുക്കളെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കരുണയും സ്നേഹവും നിലനിർത്തി നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ശത്രുക്കൾ ചുറ്റും വലയപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കും. അങ്ങയുടെ കൃപാവരത്തിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നണഞ്ഞ് നിങ്ങളെ എല്ലാ ശത്രുതയും മോചിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.